പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്നലെ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ഡ്രൂ മാക്കിൻറ്റയർ വേഴ്സസ് ജിമ്മി ഊസോ തമ്മിലുള്ള സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ജിമ്മി ഊസോയും ഡ്രൂ മാക്കിൻറ്റയറും തമ്മിലുള്ള ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റും അതിൽ ജിമ്മി ഊസോ ഡ്രൂ മാക്കിൻറ്റയറിനെ സൂപ്പർ കിക്ക് ചെയ്യുന്നതും അതാണ് അടുത്ത സ്മാക്ഡൗണിലേക്ക് ഈ സിംഗിൾസ് മത്സരം വരാനുള്ള കാരണമായി മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം WWE ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ DIY പ്രിറ്റി ഡെഡ്ലി എന്ന് പറയുന്ന ടീമിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഒരു നോൺ ടൈറ്റിൽ മത്സരത്തിൽ പ്രിറ്റി ഡെഡ്ലി DIYയെ പരാജയപ്പെടുത്തിയതാണ് പ്രിറ്റി ഡെഡ്ലിക്ക് ഈ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം അടുത്ത സ്മാക്ഡൗണിൽ കിട്ടാൻ കാരണമായത്. രണ്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ എലിമിനേഷൻ ചേംബർ മത്സരങ്ങളിലേക്കുള്ള വലിയ ഡെവലപ്മെൻറ്റ് സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ ആദ്യത്തേത് വുമൻസിൻ്റെ എലിമിനേഷൻ ചേംബർ ക്വാളിഫൈ മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ വുമൻസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ചെൽസി ഗ്രീനും നയോമിയും തമ്മിൽ ഏറ്റുമുട്ടിയ ഈ ക്വാളിഫയിങ് മത്സരത്തിൽ ചെൽസി ഗ്രീനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ നയോമിയും എലിമിനേഷൻ ചേംബറിലെ മത്സരത്തിലേക്ക് ക്വാളിഫൈ നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ സ്മാക്ഡൗണിൽ നിന്ന് അലക്സിയ ബ്ലിസ്, ബിയാങ്ക ബെലേർ, നയോമി, റോയിൽ നിന്ന് ലിവ് മോർഗൻ ബെയ്ലി തുടങ്ങിയ 5 പേര് ഇപ്പോൾ ക്വാളിഫൈ നേടിയിട്ടുണ്ട്. അപ്പോൾ ആറാമത്തെ വുമൺ, അതായത് ലാസ്റ്റ് വുമൺ ആരാണെന്നുള്ളത് ഈ റോ എപ്പിസോഡിൽ നമുക്ക് അറിയാൻ സാധിക്കും. മെൻസ് എലിമിനേഷൻ ചേംബർ മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബിഗ് അപ്ഡേറ്റും നമുക്ക് അറിയാൻ സാധിച്ചു. മെൻസ് എലിമിനേഷൻ ചേംബറിലേക്ക് സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഡെമിൻ പ്രീസ്റ്റ്, ബ്രോൺ സ്ട്രോമൻ, ജാക്കബ് ഫാറ്റു തുടങ്ങിയ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ മത്സരത്തിൽ വിജയിച്ച ഡെമിൻ പ്രീസ്റ്റ് ക്വാളിഫൈ നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ലോഗൻ പോൾ, ജോൺ സിന, CM പങ്ക്, ഡ്രൂ മാക്കിൻറ്റയർ, ഡെമിൻ പ്രീസ്റ്റ് തുടങ്ങിയ സൂപ്പർ താരങ്ങൾ ഇപ്പോൾ മെൻസ് എലിമിനേഷൻ ചേംബറിലേക്കും ക്വാളിഫൈ നേടിയിട്ടുണ്ട്. കൂടാതെ എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് കെവിൻ ഓവൻസ് സാമി സെയിനെതിരെ ഒരു സിംഗിൾസ് മത്സരത്തിനുള്ള ചലഞ്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാമി സെയിൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് മത്സരം നമ്മുടെ ഹോം ടൗൺ കാനഡയിൽ വെച്ച് നടക്കുന്ന എലിമിനേഷൻ ചേംബറിൽ വെച്ച് നടത്താമെന്നുള്ളതാണ് കെവിൻ ഓവൻസ് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ചലഞ്ച്. അപ്പോൾ ഈ മത്സരം സാമി സെയിൻ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. സാമി സെയിൻ നിലവിൽ ഇഞ്ചുറി ആയിട്ട് സ്റ്റോറി ലൈൻ പ്രകാരം മാറി നിൽക്കുകയാണ്. നാലാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് റസൽമേനിയ 41 സംബന്ധിച്ചാണ്. റസൽമേനിയ 41 ഒഫീഷ്യൽ ആയിട്ടുള്ള രണ്ടാമത്തെ മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. 2025 വുമൻസ് റോയൽ റംബിൾ മത്സരം വിജയിച്ച ഷാർലറ്റ് ഫ്ലെയർ, ഷാർലറ്റ് ആരെയാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സ്മാക്ഡൗണിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നിലവിലെ വുമൻസ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റിനെതിരെയാണ് ഷാർലറ്റ് ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ പങ്കുവെക്കാനുള്ള മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കാൻ സാധ്യത കൂടുതലാണ്. നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ഷിൻസ്ക നാക്കമോറ ടൈറ്റിൽ LA Knight എന്ന താരത്തിനെതിരെ ഡിഫെൻഡ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ ഇന്നലെ LA Knightഉം ദ മിസും തമ്മിലുള്ള ചെറിയൊരു സെഗ്മെൻറ്റും അതിനുശേഷം ഇരുവരും തമ്മിലുള്ള സിംഗിൾസ് മത്സരവും മത്സരത്തിൽ LA Knight വിജയിക്കുന്നതും അതിനുശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ഷിൻസ്ക നാക്കമോറയും LA Knightഉം ഫേസ് ടു ഫേസ് നിൽക്കുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ മത്സരം എലിമിനേഷൻ ചേംബറിലേക്ക് ഇനി വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ കൺഫേം ചെയ്യാനും മത്സരം എലിമിനേഷൻ ചേംബറിൽ നടക്കാനും സാധ്യതയുണ്ട്. മത്സരത്തിൽ ഷിൻസ്ക നാക്കമോറ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. നിങ്ങളുടെ പ്രിഡിക്ഷൻ, മത്സരം വരുമോ, വന്നാൽ തന്നെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ഡെമിൻ പ്രീസ്റ്റിനെ എലിമിനേഷൻ ചേംബർ ക്വാളിഫൈ മത്സരത്തിൽ വിജയിപ്പിച്ചത് അത് കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നോ, ആ തീരുമാനത്തിന് പിറകിൽ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഡെമിൻ പ്രീസ്റ്റിനെ വിജയിപ്പിച്ചതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഡെമിൻ പ്രീസ്റ്റ് ഡ്രൂ മാക്കിൻറ്റയറിനെ എലിമിനേറ്റ് ചെയ്യാനൊരു കാരണം ഉണ്ട്. അപ്പോൾ ഡ്രൂ മാക്കിൻറ്റയർ എലിമിനേഷൻ ചേംബറിൽ ഡെമിൻ പ്രീസ്റ്റ് മൂലം എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഡ്രൂ മാക്കിൻറ്റയറും ഡെമിൻ പ്രീസ്റ്റും തമ്മിലുള്ള ഒരു ഫ്യൂഡ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. റസൽമേനിയ 41 ഡെമിൻ പ്രീസ്റ്റും ഡ്രൂ മാക്കിൻറ്റയറും തമ്മിലുള്ള ഒരു മത്സരം അവർക്ക് നടത്താനും സാധിക്കും. അത്തരത്തിലുള്ള ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും ഡെമിൻ പ്രീസ്റ്റും കൂടി അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കും. മറ്റൊന്ന്, അതിൽ പങ്കെടുത്ത ഡെമിൻ പ്രീസ്റ്റിനെ കൂടാതെയുള്ള മറ്റൊരു താരം ഒരു ബ്രോൺ സ്ട്രോമൻ ആയിരുന്നു. ബ്രോൺ സ്ട്രോമൻ ഇപ്പോൾ വേൾഡ് ടൈറ്റിൽ പിക്ചറിൽ നിന്ന് കുറച്ചധികം മാസങ്ങളായിട്ട്, വേണമെങ്കിൽ വർഷങ്ങളായിട്ട് മാറി നിൽക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ബ്രോൺ സ്ട്രോമനെ പെട്ടെന്ന് ആ ഒരു ടൈറ്റിൽ പിക്ചറിലേക്ക് ഇട്ടാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു കണക്ഷൻ ലഭിക്കുന്നില്ല. ഡെമിൻ പ്രീസ്റ്റൊക്കെ മുൻ വേൾഡ് ചാമ്പ്യൻ ആയിരുന്നു. അപ്പോൾ താരത്തിന് ആ ഒരു വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്ക് പിന്നെയും കയറി വരണം എന്നുള്ള ആ ഒരു ത്വര അത് ഉള്ളത് കൊണ്ട് അദ്ദേഹം ആ മത്സരത്തിൽ വിജയിച്ചു വന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ബ്രോൺ സ്ട്രോമനും മുൻ യൂണിവേഴ്സൽ
യൂണിവേഴ്സൽ ചാമ്പ്യനൊക്കെ ആയിരുന്നു. പക്ഷേ താരം ചാമ്പ്യൻ ആയത് കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപാണ്. ഇപ്പോൾ താരത്തിന് ഇഞ്ചുറിയും മറ്റും ഇതിൻ്റെ ഇടയിൽ വന്നു പോയതുകൊണ്ട് തന്നെ ആ വേൾഡ് ചാമ്പ്യൻ എന്നുള്ള ആ ഒരു മെയിൻ ഇവൻറ്റ് തലത്തിൽ നിന്ന് ബ്രോൺ സ്ട്രോമൻ മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രോൺ സ്ട്രോമനേക്കാൾ ഒരുപടി ഈ ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫൈയിങ് മത്സരത്തിൽ വിജയിക്കേണ്ടത് ഡെമിൻ പ്രീസ്റ്റ് ആണെന്ന് പറയേണ്ടി വരും. പിന്നെ മറ്റൊരു താരം ഉണ്ടായിരുന്നത് ജേക്കബ് ഫാറ്റു ആയിരുന്നു. ജേക്കബ് ഫാറ്റുവിൻ്റെ സ്റ്റോറി അവർ റസൽമേനിയ 41 ബിൽഡ് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. അതും ഡെമിൻ പ്രീസ്റ്റിൻ്റെ വിജയത്തിന് കാരണമായി എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ആദ്യം ഡ്രൂ മാക്കൻഡയറും കോഡിയും തമ്മിലുള്ള ആ ഒരു സെഗ്മെൻറ്റും പിന്നീട് അങ്ങോട്ടേക്ക് ജേക്കബ് ഫാറ്റുവും ടാമ ടോങ്കയും കയറി വരുന്നതുമായിട്ടാണ് ഇന്നലെ കാണാൻ സാധിച്ചത്. ആ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സോളോ സിക്കോവ അവസാനം ആ എറീനയിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് കോഡി അങ്ങോട്ടേക്ക് സോളോയോട് സംസാരിക്കാനും സോളോയുമായിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ടാക്കാനും പോകുമ്പോൾ ജേക്കബ് ഫാറ്റു കോഡിയെ അവിടെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഞാനാണ് ആദ്യം സംസാരിക്കേണ്ടത്, നീ ആദ്യമോ എന്തോ സംസാരിച്ചോ, പക്ഷേ സോളോയ്ക്കെതിരെയുള്ള ആദ്യ അടി ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ അവസാനത്തേത് സോളോയെ തീർക്കാൻ പോകുന്നത് ഞാനായിരിക്കും എന്നുള്ളതും കോഡി ജേക്കബ് ഫാറ്റുവിനോട് പറയുന്നുണ്ട്. പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ സോളോ സിക്കോവ ജേക്കബ് ഫാറ്റു തമ്മിൽ മീറ്റ് ചെയ്യുകയും അവിടെ ജേക്കബ് ഫാറ്റുവിനോട് സോളോ സിക്കോവ പറയുന്നുണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു പ്രസ്റ്റീജ് അത് തിരികെ കൊണ്ടുവരണം, ആ ടൈറ്റിൽ നമ്മുടെ ബ്ലഡ് ലൈനിലേക്ക് തിരികെ കൊണ്ടുവരണം, അതിനാണ് താനിപ്പോൾ കുറച്ച് മാറി നിന്നതിന് ശേഷം തിരികെ വന്നിട്ടുള്ളത്. അത് ഞാൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ആ തൻ്റെ പഴയ കുടുംബത്തിൻ്റെ ഒരു പേര് അതിന് കളങ്കം വരാതിരിക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. നീ എലിമിനേഷൻ ചേംബർ ക്വാളിഫൈ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച് റസൽമേനിയയിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ് നമ്മുടെ കുടുംബത്തിലേക്ക് തിരികെ കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞ് ജേക്കബ് ഫാറ്റുവിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ ജേക്കബ് ഫാറ്റുവാണ് സോളോ സിക്കോവയെ ഐ ലവ് യു സോളോ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും സന്തോഷിപ്പിക്കാറുള്ളത്. എന്നാൽ തിരികെ ഇപ്പോൾ ആ സെഗ്മെൻറ്റിൽ സോളോ ജേക്കബ് ഫാറ്റുവിനോട് പറയുന്നുണ്ട് ഐ ലവ് യു ജേക്കബ് എന്നുള്ളത്. അപ്പോൾ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ച മെയിൻ ഇവൻറ്റ് മത്സരത്തിൽ സോളോയുടെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ജേക്കബ് ഫാറ്റുവിൻ്റെ ഒരു മത്സര വിജയത്തിലേക്ക് പോയില്ല, അതിലുപരി മത്സരത്തിൽ ജേക്കബ് ഫാറ്റു പരാജയപ്പെടുന്നതിലേക്ക് പോയി. മത്സരത്തിൽ എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ ജേക്കബ് ഫാറ്റു ബ്രോൺ സ്ട്രോമനെ ആക്രമിക്കുന്ന ഒരു സമയത്ത് സോളോയുടെ ഒരു ഇൻ്റർഫിയറൻസ്, സോളോ വന്ന് ബ്രോൺ സ്ട്രോമനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവരെ അടിക്കാൻ വേണ്ടിയിട്ട് കോഡി റോഡ്സ് വരുന്നുണ്ട്, കോഡിയെ അടിക്കാൻ വേണ്ടിയിട്ട് ടാമ ടോങ്ക വരുന്നുണ്ട്. ടാമ ടോങ്ക കോഡിയെ ആക്രമിക്കുന്ന സമയത്ത് സോളോ സിക്കോവയോട് സമോവൻ സ്പൈക്ക് ഉപയോഗിച്ച് ആക്രമിക്കാൻ പറയുന്നു. ആ ഒരു ആക്രമിക്കാൻ വരുന്ന സോളോ സിക്കോവ കോഡി റോഡ്സിനെയല്ല സമോവൻ സ്പൈക്ക് ചെയ്യുന്നത് ടാമ ടോങ്കയായിരുന്നു. ടാമ ടോങ്കയെ സമോവൻ സ്പൈക്ക് കൊണ്ട് ആക്രമിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു ഞെട്ടലിൽ നിൽക്കുന്ന ഒരു സമയത്ത് ജേക്കബ് ഫാറ്റു ഫേസ് ടു ഫേസ് സോളോ സിക്കോവയ്ക്കെതിരെ നിൽക്കുന്നു. ആ ഒരു സമയത്ത് കോഡി ജേക്കബ് ഫാറ്റുവിനെ തള്ളുന്നുണ്ട്. പിന്നീട് ജേക്കബ് ഫാറ്റുവിനെ എടുത്ത് ആ ബാരിക്കേഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് തള്ളിയിടുന്നു. പിന്നീട് ക്രോഡ് ഷോട്ട്സ് കൊടുത്തുകൊണ്ട് സോളോ സിക്കോവയെ കോഡി ആക്രമിക്കുന്നു. ബ്രോൺ സ്ട്രോമനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡെമിൻ പ്രീസ്റ്റും വിജയിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. സ്റ്റോറി വളരെ കൃത്യമാണ്. ജേക്കബ് ഫാറ്റുവിനെ ഹീലായിട്ടും സോളോ സിക്കോവയെ ഫേസ് ആയിട്ടും അവർ ബിൽഡ് ചെയ്യുന്നു. അവർ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റുകളും ആംഗിളുകളും സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ജേക്കബ് വേഴ്സസ് സോളോ ബ്ലഡ് ലൈനിൻ്റെ മറ്റൊരു വെർഷൻ റോമൻ റെയിൻസ് ഇല്ലാതെ ബ്ലഡ് ലൈനിൻ്റെ സ്റ്റോറിയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു ഭാഗത്തിൽ റോമൻ റെയിൻസിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ മറ്റൊരു വെർഷൻ മറ്റൊരു തലത്തിലുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഇനി സ്റ്റോറി ബിൽഡ് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും സോളോയുടെ കീഴിലുള്ള ഒരു ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് വരാനും ജേക്കബിൻ്റെ കീഴിലുള്ള ബ്ലഡ് ലൈൻ ഗ്രൂപ്പിലേക്ക് പുതിയ അംഗങ്ങൾ വരാനും സാധ്യതയുണ്ട്. എന്തായാലും കിടിലമായിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പോൾ ജേക്കബ് വേഴ്സസ് സോളോ തമ്മിലുള്ള സ്റ്റോറിക്ക് സ്മാക്ഡൗണിൽ ലഭിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് നമുക്ക് സ്മാക്ഡൗണിൽ നിന്ന് പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്. ഈ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.